അതെ. ഇല്ല, പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് പരസ്പര ബന്ധങ്ങൾ കുറയുന്നു. ഒരു കാലഘട്ടത്തിൽ അത് ഗ്രൂപ്പുണ്ടെങ്കിൽ പോലും വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധവുമുണ്ട്. ഇപ്പോഴത്തെ നിലപാട് പോണവരെ പൊക്കോട്ടെ. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വന്നതാണ്. അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണെന്ന് ആരും പറയില്ല. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2009 സോണിയാഗാന്ധിയുടെ ജന്മദിനത്തിൽ വെച്ച്, സോണിയാജിയുടെ മുമ്പിൽ വെച്ചാണ്. സോണിയാജി എന്നെ പരിചയപ്പെടുന്നത്. ലോകം അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഈ പുതിയ പാർലമെൻറ്റിൽ പോകുന്നപ്പോൾ അദ്ദേഹത്തിന് പ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയനാണ്, നല്ല പ്രാസംഗികനാണ്. പക്ഷെ പാർലമെൻറ്റിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയം കൊടുക്കില്ല. അതുപോലെ തന്നെ അവിടെ ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതുപോലെ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം കൊടുത്തുകൂടെ. അപ്പോൾ പോകുന്നവരൊക്കെ പൊക്കോട്ടെ. പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കാൻ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ എന്നെപ്പോലെ സംബന്ധിച്ച് എനിക്കൊന്നും ഒരിക്കലും പ്രശ്നം തോന്നുന്നില്ല. കാരണം ഞാൻ പാർട്ടിയിലൂടെ വന്നയാളാണ്. ഞാൻ 1968 7-ാം വാർഡ് പ്രസിഡൻ്റായി വന്നു പോകുന്നത്. പറ്റി നമ്മൾ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, മാഷ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ താഴെത്തട്ടിൽ നിന്ന് വന്ന് DC പ്രസിഡൻറ്റും KPC ട്രഷററൊക്കെ ആയ ആളുകളാണ്. ശശി തരൂർ അതല്ല. അപ്പോൾ ശശി തരൂർ പോലെയുള്ളവരെ നമ്മൾ കൊണ്ടു നടക്കണം. അതിനുള്ള വലിയ മനസ്സുണ്ടാകും. അതല്ലാതെ ഞാനും തെങ്ങക്കാരനാളും തേങ്ങാക്കാരനും മതിയെന്ന് വെച്ചാൽ പാർട്ടിയുടെ ഗതികേടെന്നല്ലേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് ബലഹീനമാകാൻ പാടില്ല. ഞാൻ പലപ്പോഴും ശശിധരനെ കാണുമ്പോൾ പറയാറുണ്ട്, കോൺഗ്രസ് ശക്തമാകണം. ദേശീയതലത്തിൽ കോൺഗ്രസിനെ BJP ഇതര പ്രസ്ഥാനങ്ങൾ നയിക്കാൻ കഴിയും. CPM-ൻ്റെയും അഭിപ്രായം അത്, യെച്ചൂരിയുടെയൊക്കെ അഭിപ്രായം അതായിരുന്നു. കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പോലും ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോയിട്ടുള്ളത്. ആ ഒരു മഹാമനസ്കതയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാകണം. അതില്ല. വ്യക്തിബന്ധങ്ങൾ നശിക്കുന്നു. എല്ലാവരും പുറത്തു പോയിക്കോട്ടെ, ഞാൻ മാത്രം മതി എന്ന സമീപനം. ഇതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ നാശം. അതെ, അല്ല, നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസ് ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവർ യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു കരുത്തുള്ള നേതൃത്വം. ഇപ്പോൾ K കരുണാകരനും AK ആന്റണിയും ഉണ്ടാകുന്ന കാലം 2 ഗ്രൂപ്പാണ്. പക്ഷേ അവർക്കൊരു ക്വാളിറ്റി ലീഡർഷിപ്പുണ്ട്, ബന്ധങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഷെർലി മരിച്ചപ്പോൾ എന്നെ സോണിയാജി വിളിച്ചു, സംസാരിച്ചു. നമുക്കൊരു ആശ്വാസമാണ്. ആൻ്റണി ഞങ്ങൾ കരയുകയും ചെയ്തത്. അതാണ് സ്നേഹം. ഇതൊക്കെ നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ. ഒരു കുടുംബം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലുള്ള പാർട്ടി ഒരു കുടുംബമാണ്. ആ കുടുംബമായൊരു ഫീലിംഗ് ഉണ്ടാവണം. അത് വേണ്ട, ഞാൻ മാത്രം മതി എന്ന് തോന്നിയാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും? സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഡൽഹി നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ ഈ പ്രതിപക്ഷത്ത് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏതാനും പേരിൽ ഒരാളല്ലേ ശശി തരൂർ. എന്തുകൊണ്ട് അയാൾക്ക് ചാൻസ് കൊടുക്കുക? അതാണ് നമ്മുടെ PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. ഞാൻ വ്യക്തിപരമായി KC ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്, ഏറ്റവും റെസ്പോൺസിബിൾ പോസ്റ്റാണ്. അദ്ദേഹം തന്നെ PAC ചെയർമാനായി. ഒരു ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ 3 യോഗങ്ങളും PAC നടത്തണം. വളരെ ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയാണ്. അതും തൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന സമീപനമെടുക്കുന്നു. അതുപോലെ നേതൃത്വമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ അതല്ലേ സ്ഥിതി. എല്ലാവരും യോജിപ്പിക്കാൻ സംവിധാനം കേരളത്തിലുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരുടെയും വിചാരം ഈ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ആൻറ്റി ഗവൺമെൻറ് ഫീലിംഗ് കൊണ്ട് വരും, UDF വരും എന്ന ഒരു ചിന്താഗതിയിലാണല്ലോ ഇവർ നിൽക്കുന്നത്. എനിക്കൊരു കാര്യം എൻ്റെ ഈ പ്രവർത്തനത്തിൽ നടക്കില്ല. ഒരു കാര്യക്ഷമമായ ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രവർത്തന ചരിത്രത്തിൽ, വികസന ചരിത്രത്തിൽ ഏറ്റവും നല്ല ഗവൺമെൻറ്. ഇപ്പോൾ ദേശീയപാത നമ്മൾ 30 മീറ്റർ മതി എന്ന് പറഞ്ഞ ആളുകളല്ലേ ഒന്നിച്ച് 75 മീറ്ററിൻ്റെ റോഡ് വരുക, മേൽപ്പാലം ഉൾപ്പെടെ. വിഴിഞ്ഞം പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നെങ്കിൽ നടപ്പിലാക്കുന്ന പിണറായി വിജയനാണ്. ഇങ്ങനെ ധാരാളം ഇന്നലെ നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അല്ലേ, അതിൽ ഏറ്റവും പ്രത്യേകത ഞാൻ കണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രതിപക്ഷവും യോജിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ചെറിയ കാര്യമില്ല. അത് പിണറായിയുടെ ഒരു വലിയ നേതൃത്വമാണോ എൻ്റെ? അത് അണ്ടർസ്റ്റേറ്റ് ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ.